സർ, ഏറെ വർഷങ്ങളായിട്ട് നമുക്ക് മുന്നിലുള്ള ഒരു കേസാണ് നിമിഷപ്രിയ. ഇപ്പോൾ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം പറയുന്നു കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ് അതിന് ഏറ്റവും അധികം സഹായകമായതെന്ന്. മറ്റൊരു ഭാഗം പറയുന്നു അല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഗവർണറൊക്കെ ഇടപെട്ടതാണ്. ശരിക്കും ഇത് ആർക്കാണ് ഇതിൻ്റെ കയ്യടി കൊടുക്കേണ്ടത് എന്നുള്ളതുണ്ട്. ഒപ്പം എന്താവും ഈ കേസിൻ്റെ അവസാനം? നമുക്ക് കയ്യടി കൊടുക്കാൻ ഒരു പിടി ക്ലെയിമൻസ് ഉണ്ട്. അവരാരും ക്ലെയിം ചെയ്യുന്നില്ല എങ്കിൽ പോലും നിമിഷപ്രിയ വിഷയം കേന്ദ്രവും ഏക മനസ്സോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്തത്. മനുഷ്യസാധ്യമായ എല്ലാം ചെയ്തു എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ യമൻ എന്ന രാജ്യം, നോർത്ത് യമൻ, സൗത്ത് യമൻ ഇപ്പോഴും ഔപചാരികമായ ഒരു രാജ്യമായി നിലനിൽക്കുകയാണ്. നോർത്ത് യമനാണ് ഹൂതികൾ നിയന്ത്രിക്കുന്ന ഒരു പ്രദേശം. അതൊരു തർക്ക പ്രദേശവുമാണ്. ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ട നിയമവാഴ്ച കാര്യമായി ഉണ്ടെന്ന് പറയാനാവാത്ത ഒരു സംവിധാനം. അവിടെയാണ് സന നഗരത്തെ ജയിലിലാണ്. അവിടുത്തെ നിയമപ്രകാരം നിമിഷപ്രിയ ഇപ്പോൾ തടവിൽ കഴിയുന്നത്. ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല എന്ന് ഓർക്കണം. സന കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നോർത്ത് യമനിലെ ഹൂതി ഭരണകൂടവുമായി ഇന്ത്യക്ക് യാതൊരു നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇടപാടുകളില്ല എന്ന് ഓർക്കണം. അപ്പോൾ പിന്നെ സാധ്യമാകുന്നത് ഇറാൻ വഴി. ഇറാനാണ് ഹൂതികളെ ചരിത്രപരമായി സഹായിച്ചിട്ടുള്ളത്. നമ്മൾ കണ്ടതാണ്. ഹൂതികൾ അമേരിക്കൻ ഇസ്രായേലി ഷിപ്സ് ആക്രമിക്കുകയും അതിന് ഇറാൻ്റെ പിന്തുണയുണ്ടെന്ന് കരുതപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടറിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ഇൻഡയറക്ട്ലി ഇന്ത്യ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇറാനിലൂടെ ഒരു നീക്കമുണ്ടായി. പക്ഷേ അത് സൂപ്പർഫിഷ്യൽ ലെവലിലേ അത് നടക്കൂ. ഡീപ്പായി പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബ അബ്ദുൾ തലാലിൻ്റെ കൊല്ലപ്പെട്ട നിമിഷപ്രിയ വധിച്ചു എന്ന് കരുതപ്പെടുന്ന തലാലിൻ്റെ കുടുംബ അംഗങ്ങൾ കനിയണം. അവിടുത്തെ നിയമം അങ്ങനെയാണ്. നിയമം മാത്രമല്ല, ട്രൈബൽ ലോ. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിയമവാഴ്ചയാണ്, റൂൾ ഓഫ് ലോ ആണ്. അവിടെ ചില കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്, ക്രിമിനൽ സിവിൽ കോഡുകളുണ്ട്. യമനിലെ നിയമ സംവിധാനത്തിൽ പ്രത്യേക ഒരു രീതിയിലുള്ള ഒരു നിയമ സംവിധാനമാണ്. അവിടെ ട്രൈബൽ നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ 2017 കൊല്ലപ്പെട്ട അബ്ദുൾ തലാൽ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഗോത്രം, ആ ഗോത്രം വളരെ പവർഫുൾ ഒരു ഗോത്രമാണ്. ഒരുപാട് ഗോത്രങ്ങൾ ചേർന്നതാണ് ആ ഒരു നോർത്ത് യമനിലെ സംസ്കാരം. അപ്പോൾ ഗോത്ര ജനതയെ വല്ലാതെ ശുഭിതരാക്കിയ ഒരു സംഭവമായിരുന്നു. വലിയ വാർത്താ പ്രാധാന്യം കൂടെ ഉണ്ടായിരുന്നൊരു ഒരു കാര്യമായിരുന്നു. ഞുറുക്കി തുണ്ടമായി മൃതദേഹം വാട്ടർ ടാങ്കിൽ മറവ് ചെയ്തു പിടിക്കപ്പെട്ടു. അത് തെളിവ് സഹിതം നിമിഷം പിടിക്കപ്പെട്ടു. അപ്പോൾ നിരപരാധി എന്ന് പറയാനാവില്ല. പക്ഷേ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളുടെ മെറിറ്റ് നമുക്കിപ്പോൾ അസസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കേരള സമൂഹം ആവർത്തിച്ച് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും സാഹചര്യവും എല്ലാം തന്നെ അസസ് ചെയ്തതാണ്. ഇവിടെ ഒരു ഇന്ത്യൻ നാഷണൽ, ഒരു കേരളീയ സ്ത്രീ ഇവിടെ തടവിൽ കഴിയുന്നു. എങ്ങനെ നമുക്ക് മോചിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചന അവസാനം എത്തി നിന്നത് കാന്തപുരം AP അബൂബക്കർ അബൂബക്കർ മുസ്ലിയാരുടെ അവിടെ. കാരണം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വരുന്നത് അവസാന നിമിഷമാണ്. കാരണം ഒരു മുസ്ലിം പണ്ഡിതൻ, അവിടുത്തെ ഒരു സൂഫി പണ്ഡിതൻ. സൂഫികളുടെ പ്രത്യേകത ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് രീതികളിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗമല്ല സൂഫികൾ. അപ്പോൾ സൂഫികൾ ഒരു മിതവാദ ബുദ്ധിജീവികളാണ്. ബൗദ്ധികമായി എല്ലാം കൈകാര്യം ചെയ്യണമെന്ന് കരുതുന്ന, മറ്റു മതങ്ങളെയൊക്കെ ഉൾക്കൊള്ളണം, അവരുടെ നന്മകൾ സംശീകരിക്കണം, അങ്ങനെയൊക്കെ കരുതുന്ന ഒരു വിശാല മനസ്കത ആണ് സൂഫിസത്തിൻ്റെ ഒരു. അപ്പോൾ സൂഫികളുടെ ഒരു ബൗദ്ധിക ആചാര്യൻ ഷെയ്ഖ് ഹബീബ് ഉമർ, അദ്ദേഹം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നല്ല ചങ്ങാതിയും കേരളത്തിൽ സന്ദർശിച്ചിട്ടുള്ള, ഇവിടെ കാന്തപുരം ദർഗയിൽ ഒക്കെ വന്നിട്ടുള്ള, കാന്തപുരത്തിൻ്റെ ക്ഷണപ്രകാരം കേരളത്തിൽ വന്നിട്ടുള്ളതും കാന്തപുരം പലയാവർത്തി യമൻ സന്ദർശിച്ചിട്ടുള്ളതുമായ ഒരു പാരമ്പര്യമുണ്ട്. ആ ഒരു ബന്ധം വെച്ചുകൊണ്ടാണ് കാന്തപുരം ഇടപെട്ടത്. കാന്തപുരത്തെ ഇടപിടിപ്പിക്കാനായി ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ വലിയ ശ്രമങ്ങളാണ് നടത്തിയത്. ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഉമ്മൻചാണ്ടി കോറിയിട്ടൊരു പാതയിലൂടി നടക്കുക, അസാധ്യമായ കാര്യങ്ങൾ നടത്തിയെടുക്കാനായി തൻ്റെ വൈഭവം പ്രയോജനപ്പെടുത്തുക. അത് ഒരു യങ് ചാണ്ടി ഉമ്മൻ, കൂഡോസ് ടു ചാണ്ടി ഉമ്മൻ ഐ ഷുഡ് സേ. അതുപോലെ
കേരള സംസ്ഥാന സർക്കാരിനെയും കുറ്റപ്പെടുത്താനാവില്ല. കേരള സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചു. ഗവർണറുടെ ഓഫീസ് നിർണായകമായ നീക്കങ്ങളാണ് നടത്തിയത്. കേന്ദ്രവുമായി നിരന്തരമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിൽ പരിഹാരങ്ങൾ ഉണ്ടാവില്ല എന്ന് അറിയാമെങ്കിൽ പോലും കേന്ദ്രത്തിൻ്റെ ഒരു കയ്യൊപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു രാജ്യം, ഭരണകൂടങ്ങൾ, കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ, സാമുദായിക സംഘടനകൾ എല്ലാം തന്നെ ഒന്നിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ടാണ് വധശിക്ഷ മാറ്റിവെച്ചിട്ടേ ഉള്ളൂ, പൂർണ്ണമായി മാപ്പ് കൊടുത്തിട്ടില്ല. ഇനി എന്ത് എന്നാണ് ചോദ്യമെങ്കിൽ there are many things to do. 10 ലക്ഷം 10 മില്യൺ, 10 ലക്ഷമല്ല 10 മില്യൺ, അതായത് $10 മില്യൺ. 10 മില്യൺ എന്ന് 1 കോടി. $1 കോടി ബ്ലഡ് മണി, അതായത് ദയാധനം എന്ന് പറയും, ദിയാധനം. ആ ഒരു തുക വാങ്ങിക്കൊണ്ട് തലാലിൻ്റെ കുടുംബം മാപ്പാക്കും എന്നതായിരുന്നു പ്രതീക്ഷ. അത് വാങ്ങാനായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആ ഓഫർ കൊടുത്തതാണ്. ദൂതന്മാർ മുഖേന കേരളത്തിന് വേണ്ടി ഇതിനുവേണ്ടി ശ്രമിക്കുന്ന, യമനിൽ തന്നെ താമസിച്ചുകൊണ്ട് ശ്രമിക്കുന്ന സാമുവൽ ജെറോം എന്നൊരാളുണ്ട്. അതുപോലെ മറ്റനേക ഇടനിലക്കാരുണ്ട്. ഇവരെല്ലാം തന്നെ കുടുംബാംഗങ്ങളെ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത്. തലാലിൻ്റെ ബ്രദർ രംഗത്ത് വരുന്നു. അദ്ദേഹവുമായി സംസാരിക്കുന്നു, മത പുരോഹിതന്മാരുമായി സംസാരിക്കുന്നു, അവർക്ക് സ്വാധീനമുള്ള മത പുരോഹിതന്മാരുമായി സംസാരിക്കുന്നു. അവരുടെ തന്നെ കുടുംബത്തിലെ, ഗോത്രത്തിലെ ഒരു ജഡ്ജി, ഒരു നിയമ വിദഗ്ധൻ, ഒരു ജഡ്ജിയുമായി നേരിട്ട് ബന്ധം പുലർത്തുന്നു. ഇവരെല്ലാം ചേർന്ന് ആലോചിച്ചാണ് അവസാനം കാന്തപുരം, അതൊരു കാറ്റലിസ്റ്റാണ്. കാന്തപുരം മുസ്ലിയാരുടെ റോൾ ഒരു കാറ്റലിസ്റ്റിക് റോളാണ്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് തൽക്കാലത്തേക്ക് വധശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. എന്നാൽ പ്രൊസീഡിങ്സ് തുടരും. കാന്തപുരം ഇടപെട്ടപ്പോൾ തന്നെ ഒരു ഖുറാനിലെ ഒരു ഇത് എടുത്ത് പ്രതിപാദിച്ചുകൊണ്ടാണ്. കാരണം കൊലയ്ക്ക് പകരം മറ്റെന്ത് എന്നൊരു ഇത്, അത് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. കാന്തപുരത്തിന് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സഹോദരൻ മാത്രം വിചാരിച്ചാൽ കൊടുക്കാവുന്ന ഒരു മാപ്പല്ല ഇത്. എല്ലാവരും കൂടെ ഗോത്ര സംസ്കാരത്തിൽ ആ ഗോത്രത്തിൻ്റെ തലവൻ, ഗോത്രത്തിൻ്റെ തീരുമാനം, തലാൽ ഉൾപ്പെടുന്ന ഗോത്രത്തിൻ്റെ ഒരു കൗൺസിലുണ്ട്. അവരുടെ വികാരം ഇപ്പോഴും വ്രണപ്പെട്ട് നിൽക്കുകയാണ്. അതായത് ഒരു സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ് സംഭവിച്ചതെന്ന് അവർ കരുതുന്നു. അതിൽ സ്വല്പം സത്യമുണ്ട് താനും. പക്ഷേ ഇതിലേക്ക് നയിച്ച സാഹചര്യം വ്യത്യസ്തമാണ്. അത് നിമിഷപ്രിയ ഇതിൽ പെട്ടുപോയി. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ മയക്കുമരുന്ന് കുത്തിവയ്ക്കേണ്ടി വരുന്നു. അത് ഓവർഡോസ് ആകുന്നു, തലാൽ മരിക്കുന്നു. ഇതെല്ലാം ആകസ്മികമായി സംഭവിച്ചതാണ്. അതിനെക്കുറിച്ചും ഒരു ബോധ്യമുണ്ട്. പക്ഷേ ഒരു യമൻ പൗരനാണ് മരിച്ചിരിക്കുന്നത്. തലാൽ എന്ന യമൻ പൗരൻ മരിക്കുമ്പോൾ ആ ഗോത്രത്തിലുള്ള ആളുകളുടെ വികാരം വല്ലാതെ വ്രണപ്പെട്ടു. വലിയ മാധ്യമ ശ്രദ്ധ, യമനുള്ളിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയൊരു വിഷയവുമാണ്. അത് പെട്ടെന്ന് ഒരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യ വിചാരിച്ചത് കൊണ്ട് പെട്ടെന്ന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, കേരളത്തിലും ഇന്ത്യയിലുമാണ് ഈ സമാനമായ സാഹചര്യം ഉണ്ടായത് എങ്കിൽ എന്താവും ഇവിടുത്തെ പൊതുജന അഭിപ്രായം? സ്വാഭാവികമായി യമനുള്ളിലെ ഗോത്ര വർഗ പൊതുജന അഭിപ്രായം തൃണവൽ ഗണിച്ചുകൊണ്ട് അവിടുത്തെ അധികാരികൾക്ക് ആ കൗൺസിൽ, ഇപ്പോൾ ഭരിക്കുന്ന കൗൺസിലിന് ഒരു തീരുമാനം എടുക്കാനാവില്ല. പക്ഷെ തീരുമാനം എടുക്കാവുന്ന സാഹചര്യം നിയമപരമായി ഉണ്ട്, മതപരമായ സാഹചര്യമുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ സാഹചര്യം ഉണ്ടാവില്ല. കാരണം നമുക്ക് കൃത്യമായ നിയമങ്ങളും നിയമവാഴ്ചകളുമുണ്ട്. മതപരമായ നിയമങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. കാരണം കഴിഞ്ഞ എത്രയോ പ്രാവശ്യമാണ് തലനാരിഴക്ക് തൂക്കുകേടിൽ നിന്നും നിമിഷപ്രിയ രക്ഷപ്പെട്ടു. ഇത് ആദ്യമായിട്ടല്ല. അപ്പോൾ ഇത് സമയമാണ്. ടൈം ക്യാൻ ഹീൽ എ ലോട്ട് ഓഫ് വൂൺസ്. ഒരുപാട് മുറിവുകൾ സമയം ഉപയോഗിച്ച് ഉണക്കിയെടുക്കാനാവും. മനസ്സുകൾ രൂപപ്പെടുന്നതനുസരിച്ച്, ഗോത്രവർഗ സംസ്കാരം അനുസരിച്ച്, അവരുടെ രീതികളനുസരിച്ച് നിമിഷപ്രിയക്ക് മാപ്പ് കൊടുക്കുകയോ
അല്ല എങ്കിൽ ശിക്ഷയിൽ ഇളവ് നൽകുകയോ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്ന സൂചന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.